ദൈവനാമം മഹത്വപ്പെടട്ടെ. വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 26-ാം തിരുവാക്യം. ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജ്ജീവമായിരിക്കുന്ന പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജ്ജീവമാവുന്നു. ആമേൻ. ഹല്ലേലൂയ. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, യാക്കോബ് ശ്ലീഹ പറയുന്ന പോലെ നമ്മുടെ വിശ്വാസം നിർജ്ജീവമാണോ സജീവമാണോ എന്ന് സ്വയം പരിശോധിക്കാം. മറ്റൊരു നന്മ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതവും വിശ്വാസവും എല്ലാം സജീവമാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? സഹോദരൻ്റെ അല്ലെങ്കിൽ മറ്റുള്ള തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് അവരെ ഹൃദയപൂർവ്വം സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ടോ? മറ്റുള്ള ദുഃഖങ്ങളിൽ, വേദനകളിൽ, കഷ്ടതകളിൽ അവരെ ആശ്വസിപ്പിക്കുവാൻ, അവരെ സഹായിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പ്രാർത്ഥനയിലൂടെ മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന ഉത്തമ ബോധ്യത്തിൽ പ്രാർത്ഥനയിലൂടെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ, സൗഖ്യപ്പെടുത്തുവാൻ, ആശ്വാസം അവർക്ക് നന്മ ഉണ്ടാകുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, ഇതിനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. പ്രിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് ഞങ്ങളുടെ വിശ്വാസം സജീവമാക്കണമേ. മറ്റുള്ളവർ നന്മ ചെയ്യുവാനായിട്ട്, സഹോദരനോട് ഹൃദയം ക്ഷമിച്ച് അവരെ സ്നേഹിക്കുവാനായിട്ട്, അവരെ കഷ്ടതയിലെ ദുഃഖങ്ങളെല്ലാം ആശ്വാസം വരാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.